നമസ്കാരം. ഇത് രാജസ്ഥാനിലെ ജയ്പൂരിലെ കിഴക്കൻ മലനിരകളിലെ ഇടുങ്ങിയ താഴ്വരയിലായി സ്ഥിതി ചെയ്യുന്ന ഗൽത്താജി ക്ഷേത്രം. മങ്കി ടെമ്പിൾ, ഹനുമാൻ ടെമ്പിൾ എന്നും ഈ ക്ഷേത്ര സമുച്ചയം അറിയപ്പെടുന്നു. രാജസ്ഥാനിലെ ജയ്പൂർ സിറ്റിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുരങ്ങന്മാർക്കും കുളങ്ങൾക്കും പേര് കേട്ടതാണ് ഈ ക്ഷേത്ര സമുച്ചയം. ഇപ്പോൾ ഞങ്ങൾ എൻട്രൻസ് കടന്ന് ഈ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ചരിത്രാതീത കാലഘട്ടം മുതലുള്ള ഒരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിനുണ്ട്. ഗാലവ് എന്നു പേരുള്ള ഒരു സന്യാസി ഇവിടെ അനേക വർഷം കഠിന തപസ് അനുഷ്ഠിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രസാദിച്ച ദേവതകൾ ഗോമുഖിലൂടെ ഇവിടെ ജലം ലഭ്യമാക്കിയെന്നുമാണ് വിശ്വാസം. കാർത്തിക മാസത്തിലെ പൂർണ്ണചന്ദ്ര ദിനത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികൾ ഇവിടെ സന്ദർശനം നടത്തുമെന്നും ആ ദിവസം ഇവിടെ കുളിക്കുന്നത് വളരെ പുണ്യമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഇവിടുത്തെ മലനിരകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മലനിരകളിലൊന്നും മരങ്ങളില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി പുരോഹിതരുടെ കുടുംബവും പാരമ്പര്യങ്ങളും പരിപാലിക്കുന്നു. പുരാതന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ഈ ഗൽത്താജി മന്ദിർ, ഇവിടെ അനേകം കുളങ്ങളുണ്ട്. ഇവിടെയാണ് രോഗശാന്തിക്കായി ഭക്തർ വന്ന് കുളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ കുളത്തിൽ കുളിച്ചാൽ രോഗശാന്തി ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ ഈ മങ്കി ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അതിസുന്ദരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഞങ്ങൾ മങ്കി ടെമ്പിളൊക്കെ കണ്ട് ഞങ്ങളുടെ ടീച്ചർമാർ മനോഹരമായ അത് നല്ലൊരു ക്ലൈമറ്റിലെ നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല കുളിർക്കാറ്റൊക്കെ ഉണ്ട്, ഇളം വെയിലും എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച. ഈ ബിൽഡിങ്ങിനകത്ത് ഗോശാലയുണ്ട്. ധാരാളം പശുക്കളെ ഇവിടെ വളർത്തുന്നുണ്ട്. ഗോക്കൾക്ക് നേർച്ചയായിട്ട് ആളുകൾ പുല്ല് കൊണ്ട് കൊടുക്കും. അതിനാണിത് നാവ് നീട്ടുന്നത് എന്നോട്. പാവം പശുക്കൾ. ഞങ്ങളിനി ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ ഇനി അവസാനിക്കുന്നില്ല. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി രാജസ്ഥാൻ യാത്രയിലുടനീളം ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. ഓക്കെ, ബൈ.